ആഫ്രിക്കയിലെ വിക്ടോറിയ ഫോൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യൂ പോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാണുന്നതാണ് ആ വ്യൂ പോയിന്റ്. നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ കാണാം. നമുക്കിനി എൻ്റെ പുറകിൽ കാണുന്ന ഈ കുഞ്ഞ് ബ്രിഡ്ജ് കടന്നിട്ട് വേണം മെയിൻലാൻഡിലേക്ക് കടക്കാനായിട്ട്. ഇതിനു മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ആ ബ്രിഡ്ജ് കടന്നിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നത്. ഇനി നമുക്ക് തിരിച്ചു പോകാനായിട്ട് ഈ ബ്രിഡ്ജ് വീണ്ടും ക്രോസ് ചെയ്യണം. വിക്ടോറിയ ഫോൾസിൻ്റെ സ്പ്രേ കാരണം ഇവിടുത്തെ മരങ്ങളും ചെടികളൊക്കെ നല്ല പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഇനി ഇത് ക്രോസ് ചെയ്യുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭീകരത എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഫോൾസിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്പ്രേ ആണ് നമ്മുടെ സൈഡിൽ ഇങ്ങനെ പുക പോലെ മുകളിലേക്ക് പൊങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മൾ ഈ സൈഡിലേക്ക് എത്തി. 1968 പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ബ്രിഡ്ജ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഈ കാണുന്നത് മഴയല്ല, വിക്ടോറിയ ഫോൾസിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്പ്രേ ആണ്. മഴ പെയ്യുന്ന പോലെയുള്ളൊരു പ്രതീതിയാണ് ഇവിടെ. അതുകൊണ്ട് റെയിൻകോട്ട് മസ്റ്റാണ് വിക്ടോറിയ ഫോൾസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഈ വീഡിയോ എടുത്തത് ഏപ്രിൽ ഈസ്റ്റർ ഹോളിഡേയ്സിലാണ്. ഏപ്രിൽ ആൻഡ് മെയ് വിക്ടോറിയ ഫോൾസിൻ്റെ പീക്ക് ടൈമാണ്. ഈ മാസങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. മാത്രമല്ല ഈ വർഷം ഇവിടെ നല്ല റെയിൻ കിട്ടിയ കാരണം വെള്ളത്തിൻ്റെ അളവ് പതിവിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാട്ടർഫോൾസിൻ്റെ ഫോഴ്സ് ഭയങ്കര കൂടുതലാണിപ്പോൾ. ഈ മിസ്റ്റും സ്മോക്കും ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഫോൾസിൻ്റെ റിയൽ വ്യൂസ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ വിക്ടോറിയ ഫോൾസ് ഏകദേശം 1.7 കിലോമീറ്റർ നീളവും അതുപോലെ 108 മീറ്റർ ഹൈറ്റുമാണുള്ളത്. നയാഗ്ര ഫോൾസുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നയാഗ്ര ഫോൾസിന് 1.2 കിലോമീറ്റർ നീളവും അതുപോലെ 51 മീറ്റർ ഹൈറ്റുമാണുള്ളത്. അതുകൊണ്ട് തന്നെ വിക്ടോറിയ ഫോൾസ് നയാഗ്ര ഫോൾസിനേക്കാളും 2 ഇരട്ടി ഉയരക്കൂടുതലും അതുപോലെ 500 മീറ്റർ വൈഡുമാണ്. ഇനി നമുക്ക് വിക്ടോറിയ ഫോൾസിൻ്റെ വേറെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് കാണാൻ പോകാം. അതായത് വിക്ടോറിയ ഫോൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, അവിടേക്ക് പോകാം. ഈ കാണുന്ന പ്രതിമ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ആണ്. വിക്ടോറിയ ഫോൾസ് വിസിറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് യൂറോപ്യൻ ആണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. 1855 ആളിവിടെ വിസിറ്റ് ചെയ്തത്. 1905 വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തത്. ആ സെയിം ഇയർ തന്നെയാണ് ലിവിങ്സ്റ്റൺ ടൗൺ ഇവിടെ രൂപീകരിച്ചത്.
ഈ കാണുന്ന എഡ്ജിൽ നിന്നാണ് വെള്ളം താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. മഴവെള്ളപ്പാച്ചിൽ പറയില്ലേ നമ്മളെ, ആ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇത് കണ്ടാൽ തോന്നും ഫോൾസ് ഇത്ര ഫോഴ്സിലാണ് അവിടെ ഒഴുകുന്നതെന്ന്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിക്ടോറിയ ഫോൾസിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.